രാജ്യത്തെ ആദ്യത്തെ പായ് ക്രാഫ്റ്റിംഗ് പരിശീലന കേന്ദ്രം കോടഞ്ചേരിയിലെ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്ററിൽ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് ചെമ്പകശ്ശേരി പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. തുടക്കക്കാരായ ആളുകൾക്ക് ഈ റാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് ഇത്തരത്തിലുള്ള പാക്ക് ക്രാഫ്റ്റുകൾ നമുക്കിപ്പോൾ സൗകര്യം ലഭ്യമായിട്ടുള്ളത്. ഈ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഹബ്ബായിട്ടുള്ള ഈ പുലിക്കയത്തേക്ക് വരുവാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യുവാനും എല്ലാ ചെറുപ്പക്കാരെയും സ്വാഗതം ചെയ്യുകയാണ്. പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിനു ശേഷം പ്രസിഡന്റ് ചാലിപ്പുഴയിൽ പാക്ക് ക്രാഫ്റ്റിംഗും നടത്തി. കേരള ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന ഈ സംരംഭം ജില്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിയന്ത്രിക്കുന്നത്. വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ താല്പര്യമുള്ള ആർക്കും പാക്ക് ക്രാഫ്റ്റിംഗ് പഠിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ പാക്ക് ക്രാഫ്റ്റിംഗ് സെന്റർ കോടഞ്ചേരി ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്ററിൽ ആരംഭിച്ചിരിക്കുകയാണ്. 14 വയസ്സോട്ട് മേലോട്ടുള്ള എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പയർ ടു വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഇത് വളരെ എളുപ്പമാണ്. പാക്ക് ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന റാഫ്റ്റാണ്. വളരെ സിമ്പിളാണ്. പാക്ക് ക്രാഫ്റ്റിംഗ് പരിശീലിക്കുന്നതിനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനുമായി കൊച്ചിയിൽ നിന്നും സ്കൂബ ഡൈവേഴ്സിന്റെ ടീമും പുലിക്കയത്ത് എത്തിയിരുന്നു. ഓൾറെഡി ഞങ്ങൾ ഡൈവ് ചെയ്യുന്നതാണ്. സോ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്യുന്ന ഒരാൾക്കാരാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ എന്താ പറയുക, നമ്മൾ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് ഇത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന പോലെയായിരുന്നു നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം. സാഹസിക വിനോദസഞ്ചാരത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനമായി കേരളത്തെ ഉയർത്താൻ പാക്ക് ക്രാഫ്റ്റിംഗിന് കഴിയും. ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാനും പാക്ക് ക്രാഫ്റ്റിംഗ് സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം വകുപ്പ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.